നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി വലിയ മാറ്റങ്ങളാണ് സൗദി അറേബ്യയിൽ കണ്ടുവരുന്നത്. സൽമാൻ രാജകുമാരൻ അധികാരത്തിൽ ശക്തമായ ഇടപെടലുകൾ നടത്തുവാൻ തുടങ്ങിയതോടെയാണ് ഈ മാറ്റങ്ങൾ വരാൻ തുടങ്ങിയതെന്നാണ് സൂചന. സ്ത്രീകൾക്ക് ഡ്രൈവിംഗ് ലൈസൻസ് അനുവദിച്ചതും തിയേറ്ററുകൾ തുറന്നതുമൊക്കെ ഇത്തരത്തിലുള്ള പ്രധാന മാറ്റങ്ങളാണ്. ഇപ്പോഴിതാ അതിവേഗ ട്രെയിൻ ഓടിക്കുവാൻ വരെ സൗദിയിലെ വനിതകൾ തയ്യാറെടുക്കുന്നുവെന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. പുണ്യനഗരങ്ങളായ മക്കയെയും മദീനയും ബന്ധിപ്പിക്കുന്ന അതിവേഗ ഹറൈമൻ ട്രെയിൻ ഓടിക്കുവാനാണ് സൗദി വനിതകൾ പരിശീലിക്കുന്നത്. പതിറ്റാണ്ടുകളായി പുരുഷ കേന്ദ്രീകൃതമായ ഒരു തൊഴിൽ മേഖലയിലേക്ക് സ്ത്രീകൾക്ക് കൂടി പ്രവേശനം നൽകുകയാണ് ഇതിലൂടെ സൗദി അറേബ്യ. റേസിംഗ്, ഫ്ലൈയിംഗ് എന്നിവയുൾപ്പെടെ പരമ്പരാഗതമായി പുരുഷന്മാർ മാത്രം കൈയടക്കി വെച്ചിരുന്ന പല മേഖലകളിലും സൗദി അറേബ്യയിലെ സ്ത്രീകൾ ഇതിനോടകം രംഗപ്രവേശനം ചെയ്തിരുന്നുവെങ്കിലും റെയിൽവേ വകുപ്പിൽ നിന്ന് മാത്രം അവർ പുറത്തായിരുന്നു. എന്നാൽ ജനുവരി 2 പ്രഖ്യാപിച്ച SRP പദ്ധതിയിൽ സൗദി വനിതകൾക്ക് മക്കയെയും മദീനയും ബന്ധിപ്പിക്കുന്ന ട്രെയിൻ ലൈൻ പ്രവർത്തിപ്പിക്കുവാനുള്ള അനുമതി നൽകുകയായിരുന്നു. SRP പ്രോഗ്രാമിനായി അധികൃതർ ഒരു രജിസ്ട്രേഷൻ പോർട്ടൽ തയ്യാറാക്കിയിട്ടുണ്ട്. srp.edu.sa എന്ന വെബ്സൈറ്റ് വഴി SRP പ്രോഗ്രാമിനായി അധികൃതർ ഒരു രജിസ്ട്രേഷൻ പോർട്ടൽ തുറന്നിട്ടുണ്ട്. ഇതുവഴി മതിയായ യോഗ്യതകളുള്ള സ്ത്രീകൾക്ക് ജോലിക്ക് അപേക്ഷിക്കാവുന്നതാണ്. ജനുവരി 13 അവസാന തീയതി. തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് കൃത്യമായ പരിശീലനം നൽകും. അതിനുശേഷം നടക്കുന്ന പരീക്ഷയുടെ അടിസ്ഥാനത്തിലാകും ലൈസൻസ് നൽകുക. പരിശീലനം 1 വർഷം നീണ്ടു നിൽക്കും. ഈ കാലയളവിൽ പരിശീലനാർത്ഥികൾക്ക് പ്രാക്ടിക്കലും ടെക്നിക്കൽ വശങ്ങളും വിശദീകരിക്കുന്ന പാഠങ്ങളും ലഭിക്കും. ജനുവരി 15 മുതൽ ജിദ്ദയിലാണ് ക്ലാസുകൾ നടക്കുന്നത്. പ്രോഗ്രാമിൽ ചേരുന്നത് ട്രെയിനികൾക്ക് മെഡിക്കൽ ഇൻഷുറൻസ്, ജനറൽ ഓർഗനൈസേഷൻ ഫോർ സോഷ്യൽ ഇൻഷുറൻസിൽ രജിസ്ട്രേഷൻ, പരിശീലന കാലയളവിൽ പ്രതിമാസം 4000 സൗദി റിയാൽ ബോണസ് എന്നിവ ഉൾപ്പെടെ നിരവധി ആനുകൂല്യങ്ങൾ ലഭിക്കും. ബിരുദധാരികൾക്ക് ഗ്യാരണ്ടീഡ് സ്ഥാനവും പ്രോഗ്രാം വാഗ്ദാനം ചെയ്യുന്നു. ബിരുദധാരികളായ വനിതകൾക്ക് റെയിൽവേയിൽ ജോലി ലഭിച്ചു കഴിഞ്ഞാൽ പ്രതിമാസം 8000 റിയാൽ വരെ ശമ്പളം ലഭിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. ഏകദേശം 1,58,628 ഇന്ത്യൻ രൂപ വരും ഇത്. ഹറൈമൻ ട്രെയിനുകളിൽ വർഷം 6 കോടി യാത്രക്കാരുണ്ടാകുമെന്നാണ് കരുതുന്നത്. SRP ഡയറക്ടർ എഞ്ചിനീയർ, ഇംഗ്ലീഷ് ഭാഷാ പരീക്ഷകൾ ഉൾപ്പെടെ നിരവധി യോഗ്യതകൾ അടിസ്ഥാനമാക്കിയാണ് ട്രെയിനുകളെ തിരഞ്ഞെടുക്കുന്നതെന്ന് അബ്ദുൽ അസീസ് അൽ സൈഗറെ ഉദ്ധരിച്ച് അറബ് ന്യൂസ് റിപ്പോർട്ട് ചെയ്യുന്നു. ലോകമെമ്പാടുമുള്ള ഗതാഗത ഓപ്പറേഷൻ സംവിധാനങ്ങൾ നല്ല ഭാഷാ പരിജ്ഞാനത്തെ ആശ്രയിച്ചിരിക്കുന്നു. അതിനാൽ പ്രോഗ്രാമിൽ ചേരുന്നതിന് IELTS കുറഞ്ഞത് 3.5 സ്കോർ ആവശ്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. ആദ്യ സംഘത്തിൽ 50 സ്ത്രീകളെ SRP പരിശീലിപ്പിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മികച്ച ഭാഷാ നിലവാരമുള്ള അപേക്ഷകർക്ക് പ്രോഗ്രാമിൽ ചേരുന്നതിന് മുൻഗണനയുണ്ടായിരിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. 70% അതിൽ കൂടുതലുമുള്ള ഗ്രേഡ് റേറ്റിംഗിലുള്ള ഒരു ഹൈസ്കൂൾ ബിരുദമെങ്കിലും ഉദ്യോഗാർത്ഥികൾക്ക് ആവശ്യമാണ്. പ്രായം 22-നും 30-നും ഇടയിലായിരിക്കണം. ആദ്യ സംഘത്തിൽ 50 സ്ത്രീകളെ SRP പരിശീലിപ്പിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വരും വർഷങ്ങളിൽ ട്രെയിനുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുമെന്നും അൽസേഗർ കൂട്ടിച്ചേർത്തു. സുരക്ഷാ നടപടികൾ, റെയിൽവേ ഇക്കണോമിക്സ്, കമ്മ്യൂണിക്കേഷൻസ്, മെക്കാനിക്കൽ ബ്രേക്കിംഗ് സിസ്റ്റം, എഞ്ചിനുകൾ എന്നിവയുൾപ്പെടെ ഗതാഗത സംവിധാനങ്ങളെക്കുറിച്ച് അറിയേണ്ടതെല്ലാം പ്രോഗ്രാം ട്രെയിനുകളെ പഠിപ്പിക്കും. പരിശീലനാർത്ഥികൾ അവരുടെ പ്രായോഗിക പരിശീലന കോഴ്സുകളുടെ ഭാഗമായി ട്രെയിൻ സിമുലേറ്ററുകളിൽ പരിശീലിപ്പിക്കും. പരിശീലന യാത്രകളും ഉണ്ടായിരിക്കും. അവിടെ ട്രെയിനുകൾക്ക് യഥാർത്ഥ റെയിൽവേ ട്രെയിൻ ഓടിക്കാൻ അവസരമുണ്ട്. ഹറൈമൻ ഹൈസ്പീഡ് റെയിൽവേ വഴി പ്രതിവർഷം 60 ദശലക്ഷം യാത്രക്കാരാണ് സഞ്ചരിക്കുന്നത്. വരും വർഷങ്ങളിൽ പ്രത്യേകിച്ച് ഉംറ, ഹജ്ജ് സീസണുകളിൽ ഡിമാൻഡ് ഗണ്യമായി വർദ്ധിക്കുമെന്നും പ്രതീക്ഷിക്കപ്പെടുന്നുണ്ട്. കോവിഡ് കാലമായതിനാൽ സമീപകാലത്ത് യാത്രക്കാരുടെ എണ്ണത്തിൽ വലിയ കുറവാണ് ഉണ്ടായത്. എന്നാലും യാത്രക്കാരുടെ എണ്ണം തീരെ മോശമായിട്ടില്ല. ഭാവിയിൽ 1.5 ബില്യൺ യാത്രക്കാരെ സമ്പൂർണ്ണ പ്രവർത്തനശേഷിയോടെ എത്തിക്കാനാണ് സൗദി റെയിൽവേ ലക്ഷ്യമിടുന്നതെന്നും അൽസൈഗർ പറഞ്ഞു. ഈ പുതിയ നീക്കത്തെ ഏറെ പ്രതീക്ഷയോടെയാണ് കാണുന്നത്. ഇതിലൂടെ രാജ്യത്തെ പെൺകുട്ടികൾക്ക് പുതിയ അവസരങ്ങൾ നൽകുകയാണ്. അവർക്ക് മികച്ച ശമ്പളവും വാഗ്ദാനം ചെയ്യപ്പെടുന്നു. കൂടുതൽ പേർ ഈ തൊഴിൽ രംഗത്തേക്ക് കടന്നുവരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. യോഗ്യതയുള്ള ഡ്രൈവർമാരുടെ ആവശ്യം നിറവേറ്റുവാൻ സൗദി വനിതകൾ സഹായിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇങ്ങനെയാണ് ഞങ്ങൾ സുസ്ഥിരത കൈവരിക്കുന്നത്. വിഷൻ 2030 ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിലൊന്നാണ് ഇതെന്നും അൽസൈഗർ കൂട്ടിച്ചേർത്തു. വിഷൻ 2030 ഭാഗമായുള്ള വനിതാ ശാക്തീകരണത്തിൽ സ്ഥാനപതി, ജഡ്ജി, സുരക്ഷാ ഉദ്യോഗസ്ഥ, എയർ ട്രാഫിക് കൺട്രോളർ, എയർ ഹോസ്റ്റസ്, ടൂറിസ്റ്റ് ഗൈഡ്, ഫോർമുല 1 ഡ്രൈവർ തുടങ്ങിയ ഒട്ടേറെ മേഖലകളിൽ കഴിവ് തെളിയിച്ച സൗദി വനിതകൾ ഇതിനോടകം രംഗത്ത് വന്നിരുന്നു. ന്യൂസ് ഡെസ്ക്, പ്രവാസി മലയാളി.